പ്രിയപ്പെട്ടവരെ, ദുഃഖ വെള്ളിയാഴ്ചയിലേക്ക് നാം കടക്കുന്നു. ഈ വീഡിയോയിൽ വലിയൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. പ്രസംഗം ആവശ്യമുള്ളവർ ഈ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് ദുഃഖവെള്ളി സന്ദേശം നൽകിയിരിക്കുന്നത് അത് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. കുറച്ച് ചിന്തകൾ മാത്രം ഇതിനോട് ചേർന്ന് വിശുദ്ധ ഗ്രന്ഥ ഭാഗം ദുഃഖവെള്ളിയാഴ്ച വായിക്കുമ്പോൾ ഏറ്റവും അധികം മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഒരു ഭാഗം ഈശോയുടെ കുരിശിൽ കിടന്നുള്ള നിലവിളിയാണ്. അത് ഒരു സുവിശേഷകന്മാരും മറച്ചു വയ്ക്കുന്നില്ല. പച്ചയായ ഒരു മനുഷ്യനെ പോലെ ഈശോ നിലവിളിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ നിലവിളി, യലേലുമ ശബകത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. നമ്മുടെ ചങ്ക് തകർത്തു കളയുന്നൊരു നിലവിളിയാണ്. അപ്പോഴാണ് യഹൂദർ താഴെ നിന്ന്, ഈ വൈരാഗ്യക്കാരായ യഹൂദർ പറയുകയും ചെയ്യുന്നുണ്ട്, നീ ദൈവപുത്രനാണ്, താഴേക്ക് ഇറങ്ങി വരിക. വലിയ വെല്ലുവിളി നടത്തുകയാണ്. അപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച ഈ ലോകത്തിന് എന്ത് സന്ദേശമാണ് നൽകിയത്? ചില അങ്ങനെയുള്ള ആളുകൾ ചോദിക്കുന്നില്ലേ, എന്താണ് ഈ മിശിഹായുടെ കുരിശിലെ മരണം എന്ത് സംഭാവന ഈ ലോകത്തിന് നൽകി? പ്രിയപ്പെട്ടവരെ, അപാരമായ ഒരു സംഭാവനയാണ് ഈ ലോകത്തിന് ഈശോയുടെ കുരിശ് മരണം നൽകിയത്. അത് പാപബന്ധത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്നു എന്നതോടൊപ്പം തന്നെ ലോക ചരിത്രത്തെ തന്നെ മാറ്റുന്ന വലിയ സന്ദേശം നൽകി. കാരണം അന്ന് വരെ രോഗങ്ങളിൽപ്പെട്ടവർ, സഹനങ്ങളിൽപ്പെട്ടവർ, ദാരിദ്ര്യത്തിലുള്ളവർ, അവരൊക്കെ ശപിക്കപ്പെട്ടവരായിട്ടാണ് കരുതിയിരുന്നത്. ദാരിദ്ര്യം ശാപമാണെന്ന് തന്നെ ആണ് വിചാരിക്കപ്പെട്ടിരുന്നത്. ദൈവം പക്ഷത്തില്ലാത്തതിൻ്റെ ലക്ഷണമാണ് ദാരിദ്ര്യം. രോഗം ദൈവശാപത്തിൻ്റെ ലക്ഷണമാണെന്നാണ്. അങ്ങനെയുള്ള ചിന്താഗതി പുലർത്തപ്പെട്ടിരുന്ന സമൂഹത്തിലാണ് മനുഷ്യനോടൊത്ത് ദൈവം സഹിക്കുന്നു എന്ന മഹത്തായ ചിന്ത വരുന്നത്. വലിയ ആശ്വാസം നിരാലംബരായവർക്ക്, നിസ്സഹായരായവർക്ക്, വേദനിക്കുന്നവർക്കൊക്കെ വലിയ ആശ്വാസം ഉണ്ടാവുകയാണ്. ഞാൻ ഒരു കഥ ഓർക്കുന്നത് ഇതാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആശ്വാസമാണ് പ്രിയപ്പെട്ടവർ സഹനത്തിൽ കൂടെയുണ്ട് എന്നതിനേക്കാൾ വലിയൊരു ആശ്വാസമില്ല. ആ സഹനത്തെ അതിജീവിക്കാനും ആ സഹനത്തിൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ശക്തിയാണത്. ആ ഒരു ശക്തിയാണ് ഈശോയുടെ കുരിശുമരണം ലോകത്തിന് നൽകിയത്. ഞാൻ ഓർക്കുന്ന കഥ ഇതാണ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നല്ലതുപോലെ ജീവിച്ചു, നല്ലതുപോലെ പ്രാർത്ഥിച്ചു, അങ്ങനെയൊക്കെ 4-5 മക്കളുമൊക്കെ ആയിട്ട് നല്ലപോലെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഒരു രാത്രിയിൽ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം ഇതാണ്. അദ്ദേഹത്തിൻ്റെ സൗഭാഗ്യങ്ങളുടെ കാലത്താണ്. അദ്ദേഹം കാണുന്ന സ്വപ്നം, ഒരു കടൽ തീരത്തൂടെ അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കാലടികൾ നോക്കുമ്പോൾ 2 അല്ല 4 കാൽപാദങ്ങൾ ഈ മണൽത്തീരങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു. അയാൾ അന്നേരം പെട്ടെന്ന് ആശ്ചര്യപ്പെട്ട് ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് 4 കാൽപാദങ്ങൾ? അപ്പോൾ ദൈവം തമ്പുരാൻ്റെ ഉത്തരമാണ്, അത് 2 എൻ്റേതാണ്. ഞാൻ അദൃശ്യനായി നിന്റെ കൈ പിടിച്ച് ഞാനും കൂടെ നടക്കുന്നതാണ്. സന്തോഷഭരിതനായിട്ട് അദ്ദേഹം രാത്രി കിടന്നുറങ്ങിയാണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ മക്കളെല്ലാം പല സ്ഥലങ്ങളിലായി. ഈ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോയി. ജീവിതത്തിൻ്റെ ഈ സായനവേളയിൽ ആ മനുഷ്യൻ വല്ലാതെ ദുഃഖിക്കുകയാണ്. നല്ലപോലെ പ്രാർത്ഥിച്ചു, നല്ല ജീവിതമൊക്കെ നയിച്ചു. പക്ഷേ ജീവിതത്തിൻ്റെ അവസാനം എങ്ങനെയായി പോയല്ലോ എന്ന് കരുതി അദ്ദേഹം ഇങ്ങനെ വിഷമിക്കുന്നു. അവസാനം അദ്ദേഹം ഇതേ രീതിയിൽ തന്നെയുള്ളൊരു സ്വപ്നം കാണുകയാണ് രാത്രിയിൽ. ആ രാത്രിയിൽ ഈ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വലിയ വ്യാകുലത ഇതാണ്, എൻ്റെ കൂടെ ദൈവമില്ലല്ലോ, ഞാനിങ്ങനെ സഹിക്കേണ്ടി വരുന്നത്, ദൈവം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ആ ഒരു ചിന്തയിലാണ് അദ്ദേഹം പോകുന്നത്. അപ്പോഴാണ് ഈ സ്വപ്നം കാണുന്നത്. പഴയ കടൽത്തീരം തന്നെ. അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം പോലെ തന്നെയാണ്. 2 കാൽപാദങ്ങളേ ഉള്ളൂ, ദൈവമില്ല, കൂടെ ദൈവമില്ല. വലിയ സങ്കടമായ അദ്ദേഹം സങ്കടപ്പെട്ട് ചോദിക്കുകയാണ്, എൻ്റെ സഹനങ്ങളുടെ സമയത്ത് നീ എൻ്റെ കൂടെ ഇല്ലല്ലോ. അപ്പോഴാണ് ദൈവത്തിൻ്റെ മറുപടി, നോക്കൂ, ആ കാൽപാദങ്ങൾ ആരുടേതെന്ന്. ആ കാൽപാദങ്ങൾ എൻ്റേതാണ്. ഈ സഹനങ്ങളിൽ ഞാൻ നിന്നെ കൈകളിൽ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സഹനങ്ങളിലും സങ്കടത്തിലും കിടക്കുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ, അല്ലെ ആശ എന്ന് പറയുന്നത്. അവരുടെ കൂടെ ദൈവം ഉണ്ടാകണമെന്നുള്ളതാണ്. ആ ഒരു ഉറപ്പ് അവർക്കുണ്ടെങ്കിൽ ആ സഹനങ്ങളൊന്നും ഒരു കാര്യമല്ല. നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കാഴ്ച കാണാറില്ല. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കുത്തിവെക്കാൻ വേണ്ടി നേഴ്സുമാർ വരുന്ന സമയത്ത് അവർ വല്ലാതെ രീതി കരയുകയും വലിയ മുറവിളികൾ ഉണ്ടാക്കുകയും ചെയ്യും. അവസാനം അവർ സമ്മതിക്കുന്ന എപ്പോഴാണ്? ഈ വേദന മാറുന്നില്ലല്ലോ, ഒരേ വേദന തന്നെയാണ്, പക്ഷേ
അവരുടെ അപ്പനോ അമ്മയോ കയ്യിൽ പിടിച്ചിട്ട് മോനെ കൂടെ എൻ്റെ പപ്പായുടെ കൈ ഇതേ എന്ന് പറയുമ്പോൾ ആ ഇഞ്ചക്ഷൻ അവർ സ്വീകരിക്കുകയാണ്, സഹിക്കുകയാണ്. അതാണ് ലോകത്തിന് ഈശോയുടെ കുരിശിലെ സഹനം ഈ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ ആശ്വാസം അതാണ്. അന്നുവരെ ദരിദ്രരോ നിസ്സഹായരായവരോ ഒന്നും, അവരെല്ലാം തള്ളപ്പെട്ടവരായിരുന്നു, അവരെല്ലാം ശപിക്കപ്പെട്ടവരായിരുന്നു. അവർ ആ ആകുലതയിലാണ് കഴിഞ്ഞത്. ഞങ്ങളെല്ലാം ദൈവത്താൽ ശപിക്കപ്പെട്ടവർ, ഞങ്ങൾ ദൈവം കടാക്ഷിക്കാത്തവർ എന്നൊക്കെയായിരുന്നു. ആ ചിന്തയാണെല്ലാം മാറിയത്. ഇതാ സഹിക്കുന്നവൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന ചിന്തയാണ് ഈ ദുഃഖവെള്ളിയാഴ്ച നൽകുന്നത് എന്ന് നമ്മൾ ഓർക്കുക. അങ്ങനെ വേറൊരു സംഭവം ഓർക്കുന്നത് സൊമാലിയയിലാണ്. സൊമാലിയയിൽ വലിയ പട്ടിണി, കൊടും പട്ടിണി, അങ്ങേയറ്റത്തെ പട്ടിണി കടന്ന്, അങ്ങനെ ആ പട്ടിണിയിൽ ആളുകൾക്ക് ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ ഒരു 10-12 കിലോമീറ്റർ ദൂരം ഒരു കുഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ നടന്നു വരുവാണ്. അവസാനം ഈ ഭക്ഷണം, ഒരു പാത്രം കഞ്ഞി കയ്യിൽ കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് ആ സഹനത്തിൻ്റെ മധ്യത്തിൽ അത്രയും നടന്ന് ശരീരം നിർജ്ജലീകരണമെല്ലാം ഒന്ന് കുഴഞ്ഞു വീണ് മരിച്ചുപോയി. ആ കഞ്ഞിപ്പാത്രത്തിൻ്റെ മുമ്പിൽ മരിച്ചുപോയി. അപ്പോൾ മനസ്സിൻ്റെ സർവ്വനിയന്ത്രണം വിട്ട് ഒരു മനുഷ്യൻ ആർത്തലച്ച് പറയാണ്, ഗോഡ് വേർ ഈസ് ഗോഡ്, എവിടാണ് ദൈവം? അപ്പോൾ വേറൊരു മനുഷ്യൻ എന്ന് പറയാണ്, മൈ ഗോഡ് ഈസ് ഡൈയിങ് ഹിയർ, എൻ്റെ ദൈവമാണ് ഇവിടെ മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ ഏറ്റവും വലിയ നമ്മുടെ ആശ്വാസ ചിന്ത എന്ന് പറയുന്നത്. ദൈവം നമ്മളോടുകൂടെ സഹിക്കുന്നു. രണ്ടാമത്തെ ചിന്ത ഇതാണ്, നിരപരാധികൾ മരിക്കുന്നിടത്ത് ദൈവം മരിക്കുന്നു എന്നുള്ള ചിന്ത ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ വേറൊരു സംഭവം കൂടെ ഓർക്കുന്നു. കുറേയധികം കാലങ്ങൾക്ക് മുമ്പാണ് ഈ അമ്പൂരി, തിരുവനന്തപുരത്തിനടുത്ത് അമ്പൂരിയിൽ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായല്ലോ. ആ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഒരു കുടുംബത്തിൽ 9 പേരടക്കം ആ ഉരുളിൽ, ജലപ്രളയത്തിൽ അതിൽ ഒലിച്ചുപോയി. CD തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രം അവശേഷിച്ചു. ഞാൻ ഇന്നും ആ പത്രങ്ങളുടെ തലക്കെട്ട് ഓർക്കുകയാണ്. ചുവന്ന ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള അക്ഷരത്തിൽ ആ മനുഷ്യൻ്റെ ഈ രോഗക്കിടക്കുന്ന ശവസംസ്കാരത്തിലൊന്നും ഈ മനുഷ്യന് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ അവസാനം എനിക്ക് ആ സ്ഥലമൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വരികയാണ്. ആ മനുഷ്യൻ വന്നിട്ട് നോക്കുമ്പോൾ ആ പ്രദേശത്ത് ആ വീടോ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിൽ ആ ചിത്രം മുഴുവൻ മാറിപ്പോയി. ആ മനുഷ്യൻ പറഞ്ഞ വാക്കാണ്, അത് കണ്ടിട്ട് പറഞ്ഞ വാക്കാണ് പിന്നീട് പത്രങ്ങൾ ഇങ്ങനെ ഈ തലക്കെട്ടിൽ എഴുതിയത്. അദ്ദേഹം ഇത് കണ്ടിട്ട് പറയാണ്, ദൈവമേ, അങ്ങ് വരച്ച ചിത്രം അങ്ങ് തന്നെ മായ്ച്ചു കളഞ്ഞു. അത് പത്രങ്ങളിൽ അതേപടി വന്നതാണ്. ഇന്നും ഓർക്കുന്നു, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതാണ് ദൈവം, ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ സാന്ത്വനങ്ങൾ ഇതാണ്. ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ്. ഒന്നും ദൈവമറിയാതെ സംഭവിക്കുന്നില്ല. ദാരിദ്ര്യത്തിൽ ദൈവം കൂടെയുണ്ട്. നിരപരാധി മരിക്കുമ്പോൾ ദൈവം മരിക്കുന്നു. അതിനാൽ ആരെയും, നിസ്സഹായരായവരെയും നിരാലംബരായവരെയും ഒന്നും നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക. അവരിൽ ദൈവത്തെ കാണുക. ലോകം കണ്ട ഏറ്റവും വലിയ സാന്ത്വനമാണത്. ലോകം കേട്ടമ അതാണ് മനുഷ്യ ചരിത്രത്തെ മാറ്റിയത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വലിയ ചർച്ച ഇങ്ങനെ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാക്ക് ഏതാണ്? ചിലർ അമ്മ എന്ന്, ചിലർ അപ്പൻ എന്നൊക്കെ എഴുതി. ഞാനതിൽ എഴുതി രക്ഷകൻ എന്നുള്ള വാക്കാണ്. അതിനേക്കാൾ മനോഹരമായിട്ടുള്ള എന്ത് വാക്കാണ്? ഈ നിസ്സഹായനായവനെ, നിരാലംബനായവനെ രക്ഷിക്കാൻ കഴിയുന്നവൻ, ആ വാക്കിനേക്കാൾ എത്രയോ കുഞ്ഞുങ്ങളെ അമ്മമാർ കൊന്നുകളയുന്നു, അപ്പന്മാർ. അപ്പോൾ ഈ വാക്കിനോട് പകരം വെക്കാനൊന്നുമില്ല. ഇതാ രക്ഷകൻ കുരിശിൽ. ഈ ദുഃഖവെള്ളിയുടെ വലിയ സന്ദേശം അത് തന്നെയാണ്. ദൈവം